ഡൽഹിയിൽ കാമുകനൊപ്പം ചേർന്ന ഭർത്താവിനെ കൊലപ്പെടുത്തിയ യുവതി അപകടമരണമെന്ന് കുടുംബമൊന്നാകെ വിശ്വസിച്ച സംഭവത്തിൽ നിർണായകമായത് ബന്ധുവായ കാമുകനയച്ച ഇൻസ്റ്റഗ്രാം സന്ദേശമാണ്. ഇതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. പ്രതികൾ കുറ്റം സമ്മതിച്ചു. മുപ്പത്തിയാറുകാരനായ കരൺ ദേവാണ് കൊല്ലപ്പെട്ടത്. വീട്ടിൽ നിന്ന് ഷോക്കേറ്റ് അപകടമുണ്ടായെന്ന് പറഞ്ഞാണ് ഭാര്യ സുസ്മിത കരണിനെ ആശുപത്രിയിലെത്തിച്ചത്. മരണം ഉറപ്പിച്ച ശേഷമായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചുള്ള നാടകം. സുസ്മിതയുടെ അഭിനയം കണ്ട കുടുംബം ഇതൊരു സ്വാഭാവിക മരണമാണെന്ന് വിശ്വസിച്ചു. സുസ്മിത കൂടി സമ്മർദ്ദം ചെലുത്തിയതോടെ കുടുംബം പോസ്റ്റ്മോർട്ടമടക്കം വേണ്ടെന്ന് പോലീസിനോട് പറഞ്ഞു. പക്ഷേ പോലീസിന് നേരിയ സംശയങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ മൃതദേഹം പോലീസ് പോസ്റ്റ്മോർട്ടത്തിനയച്ചു. ഇതിനിടെയാണ് സുസ്മിതയുടെ ഇൻസ്റ്റഗ്രാം സന്ദേശം കരണിന്റെ സഹോദരൻ അബദ്ധത്തിൽ കാണാനിടയായത്. ബന്ധുവായ രാഹുലിനയച്ച സന്ദേശം കൊലപാതകത്തിന്റെ ചുരുളഴിക്കുന്നതായിരുന്നു. ഇരുവരുടെയും ക്രൂരമായ ആസൂത്രണത്തിന്റെ ഞെട്ടിക്കുന്ന ചർച്ച. ഇരുവർക്കും ഒന്നിച്ചു ജീവിക്കാനായി ഭർത്താവിനെ കൊല്ലാൻ ഉറപ്പിച്ചു. സംഭവ ദിവസം 15 ഉറക്ക ഗുളികകളാണ് ഭക്ഷണത്തിൽ കലർത്തി സുസ്മിത കരുണിന് നൽകിയത്. പക്ഷേ ഉറക്ക ഗുളിക കഴിച്ചിട്ടും കരുണിന് ഒന്നും സംഭവിച്ചില്ല. ചെറിയ മയക്കമല്ലാതെ ജീവഹാനി സംഭവിക്കുന്നില്ല എന്ന വേവലാതിയായിരുന്നു സുസ്മിതയ്ക്ക്. ഉടൻ തന്നെ ഇൻസ്റ്റഗ്രാം എടുത്ത് സുസ്മിതയുടെ ചോദ്യം: എത്ര ഗുളിക കൊടുത്താൽ ഇയാൾ മരിക്കും? രാഹുലിന്റെ മറുപടി: കയ്യിലുള്ളതെല്ലാം കൊടുക്ക്. സുസ്മിത: എനിക്ക് ഇയാളുടെ വായ തുറക്കാൻ പറ്റുന്നില്ല, ഇനി എന്തു ചെയ്യും? രാഹുലിന്റെ നിർദ്ദേശം: എന്നാൽ ഷോക്കടിപ്പിച്ചു കൊല്ലാം. അബോധാവസ്ഥയിലുള്ള അയാളുടെ ദേഹമാസകലം വയർ ചുറ്റി പ്ലഗിൽ കണക്ട് ചെയ്യും. കേട്ട പാതി കേൾക്കാത്ത പാതി സുസ്മിത ആ കൃത്യം നടപ്പിലാക്കി. ശേഷം വയറെല്ലാം ദേഹത്തു നിന്ന് മാറ്റി മരണം ഉറപ്പിച്ച ശേഷം കണ്ണീരണിഞ്ഞ ആശുപത്രിയിലേക്ക്. അവിടെയും കണ്ണീർ നാടകം. ഇൻസ്റ്റഗ്രാം സന്ദേശം പോലീസിന് കൈമാറിയതോടെ ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് സുസ്മിതയും കാമുകനും ബന്ധുവുമായ രാഹുലും. 24 ഡൽഹി.